നമ്മുടെ കൂടെ ഹീറോയുടെ മാവറിക് ഉണ്ട്. ഏറെ കാലമായിട്ട് കാത്തിരുന്നൊരു ബൈക്കാണല്ലോ, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു ബൈക്കാണ്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തൂടെ കുറേ ഭാഗത്തൂടെ ഇപ്പം ഓടിച്ചിട്ട് വന്ന് നിൽക്കുന്നൊരു ദിപ്പാണ്. അപ്പോൾ ശരിക്കും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിങ് കംഫർട്ടും ഹാൻഡ്ലിങ്ങും ഒക്കെ വളരെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. കാരണം വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറും പിന്നെ ഒരു നെക്കഡ് ബൈക്കിൻ്റേതായിട്ടുള്ള ഫീലുണ്ട്. ഒരു റെട്രോ സ്റ്റൈലിംഗ് ആയിട്ടുള്ളൊരു ബൈക്കാണ്, വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി പർപ്പസിലാണെങ്കിലും അല്ലെങ്കിൽ ലോങ്ങിലേക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടെറൈൻസിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഹീറോ എന്തായാലും മാവറിക്കിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തെ ഫീൽ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. കാരണം ഓടിച്ച് വന്ന് നിൽക്കുന്നൊരു നിപ്പാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ലൊരു എൻജിൻ, 440 cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം കിട്ടുന്ന ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 HP പവറും 36 Nm ടോർക്കുമാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഫീൽ എന്ന് വെച്ചാൽ അത്യാവശ്യം കൈ കൊടുത്ത് ഫാസ്റ്റായിട്ട് ഹയർ ഗിയേഴ്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ പവർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ. മസ്റ്റായിട്ടും ടെസ്റ്റർ എടുക്കുക. അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും വളരെ സ്മൂത്താണ്, വളരെ ലൈറ്റായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്, വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ക്ലച്ച് റിലീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ലൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓവറോൾ നമുക്കിൻ്റെ ലുക്കും കാര്യങ്ങളും ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ലുക്ക് നോക്കി ഭയങ്കര രസമായിട്ടുള്ളൊരു ലുക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ഒരു പാട്ടുണ്ട്. അതേപോലെ തന്നെ DRLs ഈ ഒരു ഭാഗത്തായിട്ട് കാണാം, ഹാലജൻ ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ലൈറ്റിംഗ് ആണ്. അതും ഓട്ടോ ലൈറ്റിംഗ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വല്ല ലൈറ്റ് കുറഞ്ഞൊരു സ്പേസിലൂടെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും ടെലിസ്കോപ്പിക് ഫോക്ക് സസ്പെൻഷൻ കാണാം. അതേപോലെ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും 320 mm ആണ് ഫ്രണ്ടിൽ വരുന്നത്. റേസ് സൈഡിൽ 240 mm ആണ് ഡിസ്ക് സൈസ് വരുന്നത് കേട്ടോ. അതേപോലെ വൈബ്രയുടെ കാലിപ്പേഴ്സ് കാണാം. അപ്പോൾ ആ ഒരു പ്രീമിയം ടച്ച് എന്തായാലും ഓവറോൾ ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയിലും റൈഡ് ക്വാളിറ്റിയിലും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ സസ്പെൻഷൻ്റെ സൈഡൊക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. കാരണം കുറച്ചുകൂടെ എന്താ പറയുക, നമുക്കൊരു ഹാൻഡ്ലിംഗ് ബേസ് ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല മോശം റോഡിലൂടെയൊക്കെ ഓടിച്ചു, എങ്കിലും സസ്പെൻഷൻ സൈഡൊക്കെ കുറച്ച് നീറ്റായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ക്വാളിറ്റിയിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ജോയിൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. ജസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും അധികം ശ്രദ്ധ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഷാസിയിലേക്കാണ് കേട്ടോ. ട്രെല്ലിസ് ഫ്രെയിം ബോഡിയിലാണ് ഈ ഒരു ബൈക്ക് വന്നിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഫ്രെയിം നമുക്കിവിടെ കാണാം. അതിൽ ഒരു കവേർഡ് ആയിട്ടാണ് ഈ ഒരു എൻജിൻ 440 cc എൻജിൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. അതേപോലെ തന്നെ ഈ ഓവറോൾ ഈ ഒരു ഭാഗത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം ഈ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ നോക്കിയേ. ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് റൈഡർ അറ്റാച്ച് ചെയ്ത് ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീലിലുള്ളൊരു റൈഡിങ് കംഫർട്ടാണ്. അതായത് ബൈക്കുമായിട്ടൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹഗ് ചെയ്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. 13.5 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 3.5 ആണ് റിസർവിൽ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 175 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 803 ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇപ്പം എൻ്റെ ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്ക് കംഫർട്ടബിൾ ആണ്, പക്ഷേ ഹൈറ്റ് ഉള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അടുത്ത് ഇനി സീറ്റിൻ്റെ ഭാഗങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വലിയ വീതിയുള്ള ടൈപ്പ് ഓഫ് സീറ്റ്സ് ഒന്നും അല്ല, കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള ചെറിയ സീറ്റ്സ് ആണ്. ഇപ്പം റൈഡർക്ക് അത്യാവശ്യം സ്പേസ് തോന്നും. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു റിയർ സൈഡ് പില്ലിയൻ സീറ്റാണ് കാണുന്നത്. ഗ്രാബ് റെയിലാണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈസിക്ക് മേ ബി മീൻസ് നമുക്ക് എന്തെങ്കിലും ട്രിപ്പൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ കാണാം. പിന്നെ ടെയിൽ ലാമ്പ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്, LED ആണ്. പിന്നെ ഇങ്ങോട്ടൊരു കുറച്ചൊരു ഫ്രീ സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓവറോൾ ആദ്യം ഇൻട്രോ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഷോർട്ട് ടൈപ്പ് ഓഫ് ബൈക്കാണ്. സോ ആ ഒരു ഡിസൈനും ഓവറോൾ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ നമുക്ക് സിറ്റി പർപ്പസിലും ട്രാഫിക്കിലും ഒക്കെ വളരെ കൂളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് മാവറിക്കിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം അല്ലേ. എല്ലാവരും കാത്തിരുന്നൊരു സൗണ്ട് അല്ലേ. കേട്ടല്ലോ, വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബാസി സൗണ്ടാണ് കേട്ടോ. ഇത് വേറെ ശല്യമൊന്നുമില്ല, നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. വളരെ ക്ലീൻ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കുന്ന സമയത്തൊക്കെ
നല്ല രസമായിട്ട് സൗണ്ടൊക്കെ കേട്ട് ചില്ലായിട്ട് ഓടിക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു മാവറിക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ അറിയാം. ഒരു 3 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ബേസ്, മിഡ്, ടോപ്പ്. ഇപ്പം ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ വീൽസ് നോക്കുമ്പോഴത്തേക്ക് സ്പോക്ക് വീൽസ് ആണ് കിട്ടുക. പിന്നെ അതിൻ്റെ തൊട്ട് മിഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും കളർ ഓപ്ഷൻസ് ചേഞ്ച് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള പോലെ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ വരുന്നുണ്ട്. ടോപ്പ് മോഡലാണ് ഈ കാണുന്നത്. ഈ ടൈപ്പ് ഓഫ് ഒരു അലോയ് വീൽ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് 5 കളേഴ്സ് കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടോപ്പ് എൻഡിൽ നിന്ന് കിട്ടുക കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഇനി ക്ലസ്റ്റർ സൈഡ് ഒന്ന് നോക്കാം. ക്ലസ്റ്റർ സൈഡ് വരുമ്പോഴത്തേക്കും ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബൈക്സിലും കാണുന്ന ഒരു കാര്യമാണ് ഒരു ചാർജിങ് ഒരു ഏരിയ. അതെന്തായാലും ഈ ഒരു ഭാഗത്ത് ഒരു കവറോട് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയൊരു ക്ലസ്റ്ററാണ്, അങ്ങനെ വലിയ ഒരു ക്ലസ്റ്ററൊന്നുമല്ല, ഇന്ന് താന്നിരിക്കുന്ന ഒരു പൊസിഷനാണ്, ഹൈറ്റിലല്ല, താന്നിരിക്കുന്ന അത്യാവശ്യം എല്ലാ വേണ്ട ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ക്ലസ്റ്റർ കാണാം. അതിൽ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഓപ്ഷൻ, ഇപ്പം ഇതൊരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ ഉള്ള ഒരു ബൈക്കാണല്ലോ, 6 സ്പീഡൊക്കെ 6th പോകാൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എത്തും. പിന്നെ ക്ലസ്റ്റർ സൈഡ് നോക്കുമ്പോഴത്തേക്കും ക്ലസ്റ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അതായത് പൊങ്ങിയൊന്നുമല്ല, കുറച്ച് താന്ന് ഒരു അത്യാവശ്യം ക്യൂട്ടായിട്ട് നല്ല ചെറിയൊരു ക്ലസ്റ്ററാണ്. അതിൽ തന്നെ നമുക്കിപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രൽ തുടങ്ങിയിട്ട് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ ഓണാണ്, അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ RPM കാണിക്കുന്നുണ്ട്, സെൻട്രൽ സ്പീഡ് കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്, 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്, സമയം കാണിക്കുന്നുണ്ട്, ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ ഓഡോമീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം വളരെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്, നോക്കി വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ കൊണ്ട് തന്നെയാണ് ആ ഒരു ഹാൻഡ്ലിങ് കുറച്ചുകൂടെ രസമായിട്ടുള്ളത്. എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടം വൈഡ് ഹാൻഡിൽ ബാർസാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഹോണിൻ്റെ സ്വിച്ച്, പാസിൻ്റെ സ്വിച്ച് കാണാം, റൈറ്റ് സൈഡിൽ കിൽ സ്വിച്ച്, SOSൻ്റെ ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യം, ഹസാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഹാൻഡിൽ ബാറും വെരി ക്വാളിറ്റി വണ്ണാണ്, വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ലൈവ് ട്രാക്കിംഗ് പോലെയുള്ള കുറേ അധികം കാര്യങ്ങൾ ആഡ് ഓൺ വരുന്നുണ്ട്. അതായത് 10x10 നാവിഗേഷൻ, ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ അധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിൽ കിട്ടുന്ന ഫീച്ചേഴ്സാണ് ഇത് കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ പ്രൈസ് എത്രയാണ്, ഓൾറെഡി ഇതേപ്പറ്റി സെർച്ച് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഈ ടോപ്പ് എൻഡിൻ്റെ മോഡൽ വരുന്നത് വെച്ചാൽ 2,24,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. റിയർ സൈഡിലെ സസ്പെൻഷൻ നോക്കുമ്പോഴത്തേക്കും 7 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് കേട്ടോ. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സസ്പെൻഷനാണ്. പിന്നെ ടയർ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും റിയർ സൈഡിൽ 150/60 R17 പ്രൊഫൈലിലുള്ള വീതി കൂടിയിട്ടുള്ള ടയർ പ്രൊഫൈലാണ് ഈ കാണുന്നത്. പിന്നെ 240 mm ഡിസ്ക്കാണ്, ഓൾറെഡി ഞാൻ ഫ്രണ്ടിലെ ടയർ പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 240 mm ഡിസ്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ. അപ്പം മാവറിക്കിൻ്റെ പെട്ടെന്നുള്ളൊരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു, കാരണം കുറച്ച് സമയത്തേക്കാണ് നമുക്ക് ബൈക്ക് കിട്ടിയത്. അതുകൊണ്ട് സഡൻ ആയിട്ട് കുറച്ചധികം ദൂരം ഓടിച്ചിട്ട് പെട്ടെന്ന് ഷോർട്ട് റിവ്യൂ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഇത് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇന്ന് ബൈക്ക് എടുത്തിട്ടുള്ളത് വെച്ചാൽ മെഗാ മോട്ടോഴ്സ് ആലുവയെന്നാണ്, ഹീറോയുടെ ഷോറൂം. അപ്പം എന്നായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.